ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെക്കുറിച്ചുള്ള സകല സത്യങ്ങളും അറിഞ്ഞ് ദേവമംഗലത്തെ എല്ലാവരും ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഗോമതിക്കാണ് ഇതൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. കണ്ടതും കേട്ടതും ഒക്കെ ഗോമതിയെയും അടിമുടി തകർത്ത് കളഞ്ഞു. താൻ അത്രയേറെ വിശ്വസിച്ചിരുന്ന ദേവി എത്രമാത്രം വിശ്വാസവഞ്ചനയാണ് തൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് എന്ന സത്യം ഒരു രീതിയിലും നമ്മുടെ ഗോമതിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഗോമതി മുറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ദേവി അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ബാലൻ അടുത്തേക്ക് വരിക. അപ്പം ബാലൻ പറയും, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കണ്ടത്. പക്ഷേ നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഈ കുടുംബത്തിലേക്ക് മരുമകളായി കയറി വന്നതെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല. ബാലച്ച എന്ന് നീ ഓരോ തവണ വിളിക്കുമ്പോഴും എത്രമാത്രം സ്നേഹത്തോടെയാണ് ഞാൻ ആ വിളി കേട്ടിരുന്നതെന്ന് നിനക്കറിയാവോ ദേവി എന്ന് പറയാം. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തിയ മരുമകള് ഈ കുടുംബത്തിന് അത്രയേറെ വിലമതിക്കുന്ന ഒരു കുട്ടി ആണ് എന്നുള്ള അഹങ്കാരം. പക്ഷെ എന്നെ ശരിക്കും നീ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പറയാണ്. ബാലന്റെ ആ വാക്കുകളൊക്കെ കേൾക്കുന്ന ദേവി, ബാലച്ച എന്നോട് ക്ഷമിക്കണം എന്ന് പറയണ. ബാലച്ചനോ, മേലെ നീ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോലും പോകരുത്. നിന്റെ ആ വിളി കേൾക്കുന്നത് എനിക്കിപ്പോൾ അത്രയേറെ അരോചകമാ ശ്രീദേവി എന്ന് പറയാം. അപ്പം ദേവിയുടെ മുഴുവൻ പേര് കൂട്ടിയുള്ള ബാലന്റെ അഭിസംബോധന പോലും ദേവി അത്രയധികം തകർത്ത് കളയാണ് കേട്ടോ. എല്ലാവരെയും നോക്കുമ്പം എല്ലാവരുടെ മുഖത്ത് അവജ്ഞ മാത്രമേ ദേവിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. തനിക്ക് ബഹുമാനവും സ്നേഹവും പരിഗണനയും തന്ന തൻ്റെ അനിയത്തിമാരും അനിയന്മാരും എല്ലാം തന്നെ ഇപ്പോൾ ഒരു നികൃഷ്ട ജീവിയെ പോലെ നോക്കുന്നു. അത് ദേവിയെ തകർത്ത് കളയാണ്. പെട്ടെന്ന് ബാലൻ ശ്രീദേവിയോട് പറയാണ്, ഇനി ഉദയഭാനുവിന്റെ മകൾ ശ്രീദേവിക്ക് ദേവമംഗലത്തെ സ്ഥാനം ഉണ്ടായിരിക്കില്ല. നിന്റെ അച്ഛനെയും അമ്മയും ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന് പറയാ. അയ്യോ, എന്നെ ഉപേക്ഷിക്കല്ലേ, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടല്ലേ എന്നും പറഞ്ഞ് ദേവി കരയുന്നുണ്ട്. പക്ഷെ ദേവിയുടെ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കാതെ ബാലനും മുറിയിലേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയം ഓരോരുത്തരായിട്ട് വിടവാങ്ങുക. ദേവിയാണെങ്കിലും ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുക. ദേവിയുടെ ഒന്നും സംസാരിക്കാതെ ആനന്ദോ അവിടെ നിന്ന് പോവാണ്. ദേവി മാത്രം ആ മുറിയിൽ പോയി പൊട്ടി പൊട്ടി കരയുവാണ്. താൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഈ കുടുംബം തന്നെ ഇന്ന് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആർക്കും തന്നെ ആവശ്യമില്ല. താൻ ചെയ്ത തെറ്റുകൾ അവർക്കൊരിക്കലും പൊറുക്കാനായിട്ട് സാധിക്കില്ല എന്നും ഓർത്ത് ദേവി പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം ദേവിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും മീനുവിനും മിത്രയ്ക്കും ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അവരിങ്ങനെ പരസ്പരം പറയാം, ഇവിടെ കണ്ടതും കേട്ടതും ഒന്നും എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല മീനു ചേച്ചി. ദേവിയെടുത്ത് ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മീനു പറയും, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. നമുക്കറിയാവുന്ന ദേവിയെടുത്തി ഒരു തെറ്റുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളല്ല. ഈ കുടുംബത്തെ അത്രയേറെ സ്നേഹിക്കുന്ന ആളാ. പക്ഷേ ഇതെല്ലാം ഏടത്തിയുടെ കല്യാണത്തിന് മുന്നേ നടന്ന കാര്യങ്ങളല്ലേ. ഏടത്തി അച്ഛനും അമ്മയും പറഞ്ഞ തെറ്റുകൾക്ക് കൂട്ടുനിന്നു. വിശ്വാസവഞ്ചനയല്ലേ ചെയ്തത്. ഇതൊരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കുമോ എന്ന് പറയാം. പെട്ടെന്ന് മിത്ര ചോദിക്കുക, അന്ന് അവരുടെ കല്യാണത്തിൻ്റെ അന്ന് ഏടത്തിക്ക് ഓർമ്മയില്ലേ ദേവിയെടുത്തിയുടെ അമ്മ എന്തൊക്കെ പറഞ്ഞ നമ്മളെ രണ്ടുപേരെ അധിക്ഷേപിച്ചത്. എന്നിട്ടിപ്പം അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പം ഇത്രയും സത്യങ്ങൾ മനസ്സിലാക്കിയപ്പം എനിക്ക് തോന്നുന്നത് അന്ന് ദേവിയെടുത്ത് ദേഹത്തണിഞ്ഞിരുന്ന സ്വർണം അന്ന് പറഞ്ഞിട്ടിരുന്നത് മുഴുവനും മുക്കുവണ്ടമായിരിക്കും. അല്ലാതെ അവരെ പോലെ ഒരു ദരിദ്രവാസികൾക്ക് ഈ പണമൊക്കെ എവിടുന്ന് കിട്ടാനാ എന്ന് ചോദിക്കുക. പക്ഷെ ദേവിയെടുത്തിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പം എനിക്ക് ശരിക്കും എന്തോ പോലെ തോന്നി. പാവം ഒറ്റപ്പെട്ടല്ലേ നിന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ അത്രയേറെ സ്നേഹിച്ചതല്ലേ എന്ന് മിത്ര ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മീനു പറയും, നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ആനന്ദേട്ടൻ ദേവിയെടുത്തിയെ വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ദേവിയെടുത്തിയോട് ക്ഷമിക്കാൻ സാധിക്കില്ല. അല്ല, അത്ര വലിയ വിശ്വാസവഞ്ചനയല്ലേ ചെയ്തത്. ഇനി നമുക്ക് സാധിക്കുമോ ദേവിയെടുത്തിയെ പഴയതുപോലെ സ്നേഹിക്കാൻ എന്ന് മിത്രയോട് ചോദിക്കുകയാണ്. പെട്ടെന്ന് മിത്ര ഇല്ല എന്നുള്ള രീതിയിൽ തല ആട്ടാ. കാരണം അത്രയും കള്ളങ്ങൾ ഏടത്തി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കും. ഇനി ഏടത്തി സത്യം പറഞ്ഞാൽ പോലും നമ്മൾ ആരും ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണേ. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ ദേവമംഗലത്ത് നിന്ന് തനിക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയിൽ തകർന്ന് തരിപ്പണമായി പോവാ. തൻ്റെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. ഇനി തനിക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനവും ഇല്ല. താൻ തൻ്റെ അച്ഛനെ പോലെ സ്നേഹിച്ച ബാലച്ചൻ പോലും തന്നെ വെറുത്തു പോയിരിക്കുന്നു എന്നും അതുപോലെ ഗോമതിയുടെ വാക്കുകളും എല്ലാം ദേവിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരികയാണ്. താൻ ഇവിടുന്ന് പോകേണ്ടി വരുമോ എന്ന ചിന്ത പോലും ദേവിയെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കുവാണേ.
ഇതേസമയം നമ്മുടെ ബാലനാണ് മുറിയിൽ പോയി നിന്ന് പൊട്ടിക്കരയാണ്. ബാലന്റെ അവസ്ഥ കാണുന്ന ഗോമതി, ബാലേട്ടൻ എന്തേ ചെയ്യുന്നേ എന്ന് ചോദിക്കാം. എൻ്റെ മകന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാ ഗോമതി. ആ കള്ള ഉദയഭാനുവിനെ കുറിച്ച് ഞാൻ ഒന്നും അന്വേഷിക്കാതെ ആനന്ദിനെയും കൊണ്ട് ശ്രീദേവിയെ കല്യാണം കഴിപ്പിച്ചു. എൻ്റെ തെറ്റാ. നമ്മുടെ മകന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാ. അയാളെ പോലെയുള്ള കള്ളന്മാരൊക്കെ ദേവമംഗലത്ത് കയറി ഇറങ്ങി നിരങ്ങാൻ കാരണക്കാരൻ ഞാനാ എന്നും പറഞ്ഞ് ബാലൻ കരയാണ്. ബാലന്റെ കണ്ണീര് കാണുന്ന ഗോമതിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ബാലേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. അയാൾ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ അഭിനയിച്ചു നിന്നപ്പോൾ സത്യസന്ധനായ ബാലേട്ടൻ അത് വിശ്വസിച്ചു പോയി. അതെങ്ങനെയാ ബാലേട്ടന്റെ തെറ്റാവുക? നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇത്രയും വലിയ വഞ്ചന ഉദയഭാനുവും ആ മകളും കൂടി ചേർന്ന് നമ്മളോട് ചെയ്യുമെന്ന്? അവർക്ക് എങ്ങനെ നമ്മുടെ മുന്നിൽ ഇത്രയും നാളും അഭിനയിച്ചു നിൽക്കാൻ സാധിച്ചത് ബാലേട്ട? എനിക്കതാ മനസ്സിലാകാത്തത്. അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാ. എൻ്റെ അനുക്കുട്ടിയേക്കാൾ ഒരു പടി മുകളിൽ ഞാൻ സ്നേഹിച്ചത് അവളെയാ. പക്ഷെ അവൾ എന്നോട് എന്തുമാത്രം വലിയ ചതിയാ ചെയ്തത്. അവളുടെ അച്ഛൻ ചെയ്ത ചതികളൊക്കെ അവൾക്ക് ഒരിക്കലെങ്കിലും നമ്മളോട് തുറന്നു പറയാമായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് അവളോട് ഇത്രയധികം വെറുപ്പ് തോന്നില്ലായിരുന്നു എന്ന് ഗോമതി പറയാൻ കേട്ടോ. അപ്പൊ ബാലൻ വീണ്ടും സങ്കടത്തോടെ നിൽക്കുക. ആനന്ദിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് നീ സാധിക്കില്ല ഗോമതി. അവന്റെ ജീവിതം ഒന്നും അല്ലാതാക്കി കളഞ്ഞത് ഞാനാ. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ നടത്തിയ ആനന്ദിന്റെ കല്യാണം അത്ര നല്ലതായിരുന്നു. അതുപോലെ ഞാൻ കണ്ടെത്തിയ മരുമകള് ഈ കുടുംബത്തിന്റെ വിളക്ക് തന്നെയാണെന്ന്. പക്ഷെ ഇന്നെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ബാലന്റെ ആ കണ്ണീര് കാണുന്ന നമ്മുടെ ഗോമതിക്ക് ദേവിയെ ചുട്ടരിക്കാനുള്ള ദേഷ്യം തോന്നുക. ഇത്രയും തകർന്ന അവസ്ഥയിൽ ബാലട്ടനെ ഗോമതി ഒരിക്കലും കണ്ടിട്ടില്ല. എല്ലാം എൻ്റെ തെറ്റാ. ഇത്രയും കണ്ണടിച്ച് ആരെയും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അയാളെക്കുറിച്ചോ നന്നായിട്ട് അന്വേഷിക്കണമായിരുന്നു എന്ന് പറയാണ്. ബാലേട്ടൻ ആ കള്ള ഉദയഭാനുവിനെയും ആ ദേവിയുടെ അമ്മ ആ ശ്രീകലയും ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്, ഇപ്പോൾ തന്നെ അവരിവിടെ എത്തും. എന്നിട്ട് വേണം അയാളോട് 2 വർത്താനം പറയാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ വീണ്ടും ബാലൻ കരയാം. അപ്പം ബാലനെ ഒരു വിധത്തില് ഗോമതി ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ബാലന്റെ കണ്ണുനീര് ദേവിയോടുള്ള പക ഗോമതിയുടെ മനസ്സിൽ കൂട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഗോമതി ആണെങ്കിൽ ബാലനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് നേരെ ദേവി ഇരിക്കുന്ന മുറിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ദേവിയാണ് ഗോമതിയെ കാണുമ്പോൾ പ്രതീക്ഷയോടുകൂടി കണ്ണിലേക്ക് നോക്കുക. പക്ഷെ ഗോമതിയുടെ കണ്ണിലോ മുഖത്തോ പഴയ സ്നേഹവോ പരിഗണനയോ ദയോ ഒന്നും നമ്മുടെ ദേവിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നീ ഇവിടെ വന്ന് ഇരുന്ന് പൂങ്കണ്ണീർ ഒഴുക്കുമായിരുന്നു അല്ലേടി നാശം പിടിച്ചവളെ എന്നാണ് ഗോമതി ദേവിയെ വിളിക്കുന്നത്. അത് കേൾക്കുന്ന ദേവി വിശ്വസിക്കാൻ കഴിയാതെ ഗോമതിയെ നോക്കി നിൽക്കുക. എൻ്റെ ബാലേട്ടൻ പൊട്ടിക്കരയുന്നത് ഞാൻ ഇന്ന് കണ്ടു. എൻ്റെ ആനന്ദിന്റെ ജീവിതം ഒന്നുമില്ലാതാക്കി നീയും നിന്റെ കുടുംബക്കാരും കൂടി ചേർന്ന്. ഇപ്പം നിനക്ക് സമാധാനമായി കാണുമല്ലോ. നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ജീവിതം നിനക്കിവിടെ കിട്ടിയല്ലോ. അത് പോട്ടെ. പക്ഷെ പാവം എൻ്റെ ആനന്ദിനെയും ബാലേട്ടനെയും ചതിച്ച നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ദേവി ആ കട്ടിൽ നിന്ന് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ കേട്ടോ ഗോമതി. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നീ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നീ ഒരു പെണ്ണ് തന്നെ ആണോ? ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഇവിടെ ഉള്ളവരോട് ഇത്രയധികം വിശ്വാസവഞ്ചന ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചടി എന്നും ചോദിച്ച് ദേവിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ്. ശരിക്കും ഒരു രാക്ഷസിയെ പോലെയുള്ള ഗോമതിയുടെ പെരുമാറ്റം കണ്ട് ദേവി തകർന്ന് തരിപ്പണമായി പോവാണ്. അമ്മേ, ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, എന്നോട് ക്ഷമിക്കമ്മേ എന്നും പറഞ്ഞ് കരയാ. നാണം ഉണ്ടോടി നിനക്ക് എന്നോട് മാപ്പ് ചോദിക്കാൻ? നിനക്കിനി ദേവമംഗലത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ നിന്റെ അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോണം എന്ന് പറഞ്ഞ് വീണ്ടും ദേവിയെ തല്ലാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് മീനും ഇത്രയും കൂടി അങ്ങോട്ട് വരിക. അമ്മ ഇത് എന്താ ഈ ചെയ്യുന്നത്? അപ്പച്ചി ഏടത്തെ വിടുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഏടത്തെയോ? ഇവളിന് നിങ്ങളുടെ ഏടത്തെയല്ല, ഈ കുടുംബത്തെ മുഴുവനും കണ്ണീരിലായി ഇവളെ ഇനി നിങ്ങൾ ഏടത്തിയെന്ന് വിളിക്കുക പോലും ചെയ്യരുത്. ഇവളെപ്പോലൊരു മരുമകൾ എനിക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ ഞാൻ കരുതിക്കോളാം. എൻ്റെ ആനന്ദിന്റെ ജീവിതം വെച്ചാ ഇവള് പന്ത് കളിച്ചത്. ഇവക്ക് എങ്ങനെ തോന്നി ആ പാവത്തെ വഞ്ചിക്കാനായിട്ട്? എൻ്റെ ആങ്ങള, എൻ്റെ പാവം ധർമ്മൻ, അവനെ കള്ളനാക്കി ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറക്കി വിടുന്നതിനും കാരണക്കാരി ആരാ? ഇവളല്ലേ? ഇവളുടെ അച്ഛൻ ചെയ്ത കള്ളത്തരവല്ലേ എൻ്റെ പാവം ധർമ്മന്റെ തലയിൽ എല്ലാവരും കെട്ടിവെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഗോമതിയാണെങ്കിൽ ഗോമതിയുടെ ആ ഭാവം കാണുന്ന നമ്മുടെ ദേവി ഗോമതിയുടെ കാലിലേക്ക് വീഴാണ്. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അമ്മേ, എൻ്റെ നിവർത്തികേട് കൊണ്ടാ എന്നും പറഞ്ഞ് കരയാ. അതുപോലെ മാമനെ ഞാൻ ഒരിക്കലും കള്ളനാക്കാൻ കൂട്ടുനിന്നില്ല. എൻ്റെ അച്ഛൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് പൊട്ടിക്കരയാ. അപ്പൊ ദേവിയുടെ അവസ്ഥയും ദേവിയോടുള്ള പെരുമാറ്റവും എല്ലാം കാണുന്ന മീനുവും ഇത്രയും പോലും സ്തംഭിച്ച് നിൽക്കാണ്. ഇത് തങ്ങളുടെ അമ്മ തന്നെയാണോ എന്നൊരു ചിന്ത വരിക. മിണ്ടിപ്പോകരുത് നീ. എന്തൊക്കെ കള്ളത്തരങ്ങളാ നീ എന്നോട്
എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി നിന്റെ പൂങ്കണ്ണീരിൽ ഞാൻ വീണു പോകണം, അല്ലേടി നാശം പിടിച്ചവളെ എന്ന് ദേവിയോട് ഗോമതി അലറുവാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ പേടിച്ച് വരച്ച് കൈ കൂപ്പി നിൽക്കുക. എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞു. ക്ഷമിക്കാനോ? ഞാൻ ഈ ലോകത്ത് ആരോട് ക്ഷമിച്ചാലും നിന്നോട് ക്ഷമിക്കില്ലടി. അത്ര വലിയ വിശ്വാസവഞ്ചനയാണ് നീ ചെയ്തത്. നീ നേരിട്ട് സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പോലും നിന്നോട് എനിക്ക് ബഹുമാനമേ തോന്നുമായിരുന്നുള്ളൂ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടോ ഒരു പെൺകുട്ടിക്ക് ചെയ്യേണ്ടി വന്ന നിവൃത്തികേടോർത്ത്. പക്ഷെ ഇത്രയും നാളും ചെയ്ത തെറ്റുകൾ മറച്ചു പിടിച്ച് നീ ഇവിടെ ജീവിച്ചില്ലേ. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. എന്ത് ചതിയും നീ ചെയ്യാൻ മടിക്കില്ല. എൻ്റെ ആനന്ദിനെ കൊല്ലാത്തത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാൻ കേട്ടോ. അയ്യോ അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ എന്നും പറഞ്ഞ് ദേവി പൊട്ടിക്കരയാ. മിണ്ടിപ്പോകരുത്, നീ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇനി കണ്ടുപോകരുത്. ഇപ്പൊ തന്നെ വിളിച്ചോണം. നിന്റെ അച്ഛനെ അമ്മയും എന്താണെന്ന് വെച്ചാൽ പെറുക്കിയെടുത്തോണ്ട് ഈ നിമിഷം നീ ഈ ദേവമംഗലത്തിന്റെ പടി ഇറങ്ങണം എന്ന് ഗോമതി ദേവിയോട് ആജ്ഞാപിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. നമ്മുടെ മീനും ഇത്രയും ഒരു വിധത്തിൽ ഗോമതിയെ വലിച്ചോണ്ട് പോവാണെന്ന് തന്നെ പറയാം. ഇതേ സമയം ദേവിയാണ് ഗോമതിയുടെ ഭാവമാറ്റം കണ്ട് പേടിച്ച് വരച്ചു നിൽക്കാണ്. ഇനി ദേവമംഗലത്ത് തനിക്കൊരു സ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഉദയഭാനുവും ശ്രീകലയും കൂടി നല്ല പ്രൗഢിയോട് കൂടി ദേവമംഗലത്തേക്ക് വരിക. അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വളരെയേറെ ആജ്ഞാപിക്കുന്ന രീതിയിൽ ബാലനോട് സംസാരിക്കുകയാണ്. എന്താ ബാല, അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞത്? അല്ല, ഞാൻ സിംഗപ്പൂരിന് ഫ്ലൈറ്റ് മിസ്സാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നേ. എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു സിംഗപ്പൂർ വെച്ചേ. പക്ഷെ ബാലൻ വിളിക്കുമ്പം വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലന് അടിമുടി അങ്ങ് വിറഞ്ഞു കയറുക. തനിക്ക് എവിടെ ഉണ്ടായിരുന്നടോ ബിസിനസ് എന്ന് ബാലൻ ചോദിക്കുക. ബാലൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുക. എങ്ങനെ? ഫ്രോഡ് ഉദയഭാനുവിനോട് പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത്? സിംഗപ്പൂരിന് എഴുതാനുള്ള സ്പെല്ലിങ് തനിക്ക് അറിയാവോടോ എന്ന് ചോദിക്കുക. അയാളുടെ ഒരു വിഗും ഒരു കോലം കെട്ടും നാടക ഡയലോഗും എന്ന് ബാലൻ പറയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയോ എന്ന് അപ്പം ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ബോധ്യപ്പെടുക. പെട്ടെന്ന് ശ്രീകല ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ ഗോമതി കാര്യം? എല്ലാവരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഗോമതിയോ? ആരുടെ ഗോമതി? ദേ നിങ്ങളുടെ പുന്നാര മോള് നിൽക്കുന്നു. ഈ നിമിഷം അച്ഛനും അമ്മയും മകളെയും വിളിച്ചുകൊണ്ട് ഈ ദേവമംഗലത്തിന്റെ പടി ഇറങ്ങിക്കോണം. നീയൊക്കെ കൂടി ഇവിടെ ചെയ്തു വെച്ചതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. എൻ്റെ പാവവാനന്ദിനെ വഞ്ചിച്ച് അവൻ്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചിട്ട് നാണമില്ലല്ലോടോ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ എന്ന് ഗോമതി ചോദിക്കുക. അയ്യോ, ഗോമതിക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ എന്ന് ഉദയഭാനു പറയണ. പെട്ടെന്ന് നമ്മുടെ ബാലൻ വന്ന് ഉദയഭാനുവിൻ്റെ തലയിൽ നിന്ന് വിഗ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അതോടുകൂടി അയാൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് മനസ്സിലാവുകയാണേ. ഇതേ സമയം നമ്മുടെ ആനന്ദ് പറയും, ഈ നിമിഷം നിങ്ങളുടെ മകളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. നിങ്ങളെ പറ്റിയുള്ള സകല സത്യങ്ങളും ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അവളെപ്പോലൊരു വഞ്ചകയെ ഇനിയും ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഉദയഭാനുവിനും അതുപോലെ തന്നെ ശ്രീകലയ്ക്കും കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാകുക. അത് കേൾക്കുന്ന ശ്രീകല പറയും, അയ്യോ ഞങ്ങൾ നിവർത്തികേടുകൊണ്ടാ. ദേവിമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും ഉദയേട്ടനും പറയുന്നതനുസരിച്ച് അവൾ ഓരോന്നൊക്കെ ചെയ്യേണ്ടി വന്നതാ. അവളെ കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഈ ദേവമംഗലത്തുള്ളവരോട് അവൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ആനന്ദമോൻ അവളെ ഉപേക്ഷിച്ചാൽ പിന്നെ ഒരു നിമിഷം അവളെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, ഹോ, എൻ്റെ മകനെ വഞ്ചിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന് ഇവൾക്ക് എൻ്റെ മകനോട് സ്നേഹമുണ്ടെന്നല്ലേ? അങ്ങനെ സ്നേഹമുള്ള ഒരുവളാണെങ്കിൽ ഇത്രയും ചതി എൻ്റെ മോനോടും ഈ കുടുംബത്തോടും ഇവൾ ചെയ്യുമായിരുന്നോ? അതും മാത്രമോ? ഞങ്ങളുടെ ഗോമതി സ്റ്റോറിൽ വന്ന് പണം മോഷ്ടിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ എന്ന് ചോദിക്കാം. അപ്പം ഉദയഭാനു അത് നിരസിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആനന്ദ് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുമ്പം അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കാം. ഈ നിമിഷം നിങ്ങളുടെ മകളുമായിട്ട് ഇറങ്ങിക്കോണം ഇവിടുന്ന് എന്ന് പറയാൻ കേട്ടോ ഗോമതി. അപ്പൊ പെട്ടെന്ന് ശ്രീകലയുടെയും ഭാവം മാറുകയാണ്. ഇത്രയും നാളും താൻ മാന്യമായിട്ട് നിന്നതാ. പക്ഷെ ഇനി ഇവരുടെ ഒന്നും മുന്നിൽ മാന്യത കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ശ്രീകലയ്ക്ക് ബോധ്യപ്പെടുക. അതെങ്ങനെ ശരിയാകും? എൻ്റെ മകള് ഇവിടെ കല്യാണം കഴിച്ച് വന്നതാണെങ്കിൽ ഈ ദേവമംഗലത്ത് ആനന്ദന്റെ ഭാര്യയായിട്ട് ജീവിക്കും. അതിനെതിരായിട്ട് എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലേ ഈ ശ്രീകല ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതിക്ക് ഒന്നുകൂടി ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ആനന്ദാണെങ്കിൽ അവിടെ ഇരുന്ന ഫ്ലവർ വേഴ്സ് എടുത്ത് നമ്മുടെ ഉദയഭാനുവിൻ്റെ തലക്കിട്ടടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ആര്യനും ആകാശം കൂടി ഒരു വിധത്തിൽ ആനന്ദിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഗോമതിയാണെങ്കിൽ ദേവിയും വലിച്ചുകൊണ്ട് വാതിലിന്റെ പുറത്തേക്ക് നട തള്ളുന്നത് പോലെ എടുത്തെറിയുന്ന പോലെ തള്ളി വിടാണ്. ഇത് കാണുന്ന ഉദയഭാനു ശ്രീകലയും അന്തം വിട്ട് നിൽക്കുകയാണ്. പാവം, എപ്പോഴും ശാന്തമായിട്ട് സംസാരിക്കുന്ന ഗോമതി തന്നെയാണോ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? ഗോമതിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ എന്തായാലും ഉദയഭാനുവും ശ്രീകലയും ദേവിയോട് പറയാം, മോളെ നീ ഞങ്ങളുടെ കൂടെ വരരുത്. ഇവിടെയാ നിന്നെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്ന വീട്. നീ ജീവിക്കേണ്ടത് ഇവിടെയാ എന്ന് പറയാം. ആനന്ദിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഇപ്പോൾ ഇറങ്ങി വന്നാൽ ഒരിക്കലും
ഒരിക്കലും നിനക്കിനി അവനൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയാം. അത് കേൾക്കുന്ന ദേവി കരഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിക്കില്ല എന്നും പറഞ്ഞ് വാതിൽ കൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.